ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു സ്വഭാവങ്ങളുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ പോയി വന്നാൽ ഞാൻ അമ്മ എനിക്ക് നാളെ ഇന്ന കറി വെച്ച് തരുമോ അമ്മേ. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പിന്നെ നിൻ്റെ സൗകര്യത്തിന് നിനക്ക് ഇഷ്ടപ്പെട്ട കറിയൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല, നിനക്ക് ഇവിടെ വെക്കുന്നത് വേണമെങ്കിൽ കഴിച്ചാൽ മതിടാ, അങ്ങനെ വേണമെങ്കിൽ കഴിച്ച് തന്നാൽ മതി. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു പ്രയാസവും വിഷമമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് മോനെ ഇന്ന് അത് വയ്ക്കാനുള്ളത് നമ്മുടെ വീട്ടിലില്ല ഉണ്ണിയെ, നമുക്ക് നാളെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ടിരാൻ പറയാം, അല്ലെങ്കിൽ മോൻ വാങ്ങിച്ചോണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അതിനെന്താ ഉണ്ണിയെ നമുക്കത് വെക്കാലാ, വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല എൻ്റെ മോൻ പറഞ്ഞത്. എൻ്റെ മോൻ അത് ചെറിയൊരു കാര്യമല്ലേ, അത് മോന് ഇഷ്ടപ്പെട്ട കറി വെച്ചരാ കേട്ടാ. അങ്ങനെ നമ്മൾ ഉണ്ണിയോളോട് പറഞ്ഞു നോക്കിക്കേ. അവർക്ക് എന്തോ ലോട്ടറി അടിച്ച പോലെ തോന്നപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, എന്താ മേമെന്ന് കാലത്ത് ഭക്ഷണം അമ്മേ അല്ലെങ്കിൽ മേമേ എന്നൊക്കെ ചോദിക്കും കുട്ടികൾ. എന്നുവെച്ചാൽ അവർ രാവിലെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്തിട്ടാ അമ്മേ, ഇന്ന് എന്തിട്ടാ. അപ്പോൾ ഇഡ്ഡലിയാണ് മക്കളെ. ആ ഇഡ്ഡലിയാണോ? ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ദോശ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സിന് സന്തോഷമായി. അല്ലെങ്കിൽ ചില കുട്ടികൾ പറയും ഇന്ന് എന്നും പുട്ട് തന്നെയാണ് അമ്മേ, അപ്പം നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് പൊടി അതല്ലേ ഉള്ളൂ ഉണ്ണി, അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കിയത്, നമുക്കത് ഉള്ളത് കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മോനെ. അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഓ പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ നടത്താൻ നിൽക്കുക, നിൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെ അച്ഛൻ്റെ ഇഷ്ടത്തിന് ചെയ്യുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അച്ഛനോടും ദേഷ്യമാവും, അമ്മോടും ദേഷ്യമാവും. ആ സമയം നമ്മളുള്ളത് കൊണ്ട് അമ്മ നാളെ മോനെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരണ്ട കേട്ടാ. അപ്പോൾ അവന് അത്രയും സന്തോഷമാണെന്നറിയാം അത് കേൾക്കുമ്പോൾ. എൻ്റെ അമ്മ ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരും. അപ്പോൾ അവൻ ചിലപ്പോൾ സ്കൂളിൽ ചെന്ന് പറയും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കറി എൻ്റെ അമ്മ നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള അനുഭവങ്ങളാണ് കേട്ടത്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ചിലപ്പോൾ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിതിൽ അവരെ എതിർക്കാതെ അവർ സന്തോഷത്തോടു കൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്തതിൻ്റെ കേട്ടോ മക്കൾക്ക് കിട്ടാന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ നേടിയ പോലുള്ള സന്തോഷം ഉണ്ടായിരിക്കും. ആ നേരത്തൊന്നും നമ്മൾ ശാസിക്കുക, ചീത്ത പറയുക, വഴക്ക് പറയുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കൊച്ചു മനസ്സല്ലേ, വളരുന്ന മനസ്സല്ലേ, അവർക്ക് അമ്മയോടും അച്ഛനോടൊക്കെ സ്നേഹം കൂടുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്ന് പരിശ്രമിച്ച് നോക്കി നോക്കേട്ടാ.